നന്മ സാംസ്കാരിക സായാഹ്നത്തിന്റെ ഭാഗമായി ഇരിട്ടി നന്മ ചാരിറ്റബിൾ സൊസൈറ്റി, നന്മ പബ്ലിക് ലൈബ്രറി എന്നിവയുടെ നേതൃത്വത്തിൽ ഇരിട്ടി നന്മ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയ സംഗീത വിരുന്ന് ഡോക്ടർ ജി ശിവരാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. നന്മ യുവജന വേദിയുണ്ട്, നന്മ അതുപോലെ വനിതാ വേദിയുണ്ട്. അങ്ങനെ ഓരോ വിഭാഗങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുന്നുമുണ്ട്. മാത്രമല്ല വളരെ പ്രത്യേകത നിറഞ്ഞ ഒരു കാര്യം ഇന്നാണ് ശ്രീ സന്തോഷ് കോയിറ്റിൽ നിന്നും അറിയുവാൻ സാധിച്ചത്. നമ്മുടെ MT വാസുദേവൻ നായർ അദ്ദേഹം ഒരു ലൈബ്രറി, കേരളത്തിലുള്ള ഒരു ലൈബ്രറിക്കും അദ്ദേഹം കയ്യൊപ്പ് ചാർത്തിയ പുസ്തകങ്ങൾ എവിടെയും കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. ഇവിടെ അദ്ദേഹത്തിന്റെ കയ്യൊപ്പ് ചാർത്തിയ 50 പുസ്തകങ്ങൾ അല്ലെ 50 പുസ്തകങ്ങൾ ഇവിടെ നമ്മുടെ ഈ ലൈബ്രറിയിൽ ഉണ്ട്. അപ്പൊ അത്തരം അതൊരു പ്രത്യേകത നിറഞ്ഞ നമ്മുടെ ഇത്ര വലിയ നാട്ടിൻ പുറത്തുള്ള ലൈബ്രറി എന്ന് പറഞ്ഞാൽ അത് വളരെ പ്രത്യേകതയുണ്ട്. ലൈബ്രറി കൗൺസിൽ അംഗീകരിച്ചിട്ടുണ്ട്. ലൈബ്രറി കൗൺസിലിന്റെ ഭാരവാഹി ഇവിടെയുണ്ട്. അത്തരത്തിൽ വന്നിട്ട് വളരെയധികം നമുക്ക് പ്രബലമായിട്ടുള്ള ഒരു പ്രസ്ഥാനമായി മാറി വരുന്ന ഈ സാഹചര്യത്തിൽ നാം എല്ലാവരുടെയും സഹകരണം അതിനുണ്ട്. അതെല്ലാം വൻ വിജയമായി തീരട്ടെ. ഭാവിയിലും ഒത്തിരി പരിപാടി നടത്തുവാനാകട്ടെ. ശ്രീവേഷ് ഉൾപ്പെടെയുള്ള ആളുകളുടെ ബോഡി ഷോ ഉൾപ്പെടെയുള്ള ഒരു സ്പെഷ്യലിസ്റ്റ് പ്രോഗ്രാംസ് ഒക്കെ നമുക്ക് നടത്തുവാനുള്ള അവസരം ഉണ്ടാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഈ സംഗീത വിരുന്ന് നിങ്ങൾ ഏവരുടെയും അനുവാദത്തോടുകൂടി ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. നന്മ പബ്ലിക് ലൈബ്രറി പ്രസിഡന്റ് കെ സുരേഷ് മാസ്റ്റർ അധ്യക്ഷനായി. സിനിമാ സീരിയൽ താരം KS ശ്രീവേഷ്കർ മുഖ്യാതിഥിയായിരുന്നു. K മോഹനൻ, VM നാരായണൻ, CK ലളിത, സന്തോഷ് കൊയ്റ്റി, NM രത്നാകരൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് ഇരിട്ടി മേഖലയിൽ വിവിധ കലാകാരന്മാർ നയിച്ച ട്രാക്ക് ഗാനമേളയും ശ്രീവേഷ്കർ ഒരുക്കിയ കലാപരിപാടിയും അരങ്ങേറി. ഇങ്ങനെയാണ് നമ്മളെ ബാലചന്ദ്ര മേനോൻ സാറിന്റെ ശബ്ദം എന്ന് പറയുന്നത്. പഴയൊരു നടനുണ്ട്, നമ്മളെ MN നമ്പ്യാർ എന്ന് പറയും. പണ്ടത്തെ വില്ലൻ കഥാപാത്രമൊക്കെ ചെയ്തിരുന്ന ഒരു നടനാണ് MN നമ്പ്യാർ. രാഘവ, മിടുക്കനായൊരു മകന്, സുന്ദരിയായൊരു ഭാര്യ, എനിക്കാരുണ്ട് രാഘവ, പറയൂ. മൂക്കറ്റം വെള്ളമടിച്ച് കയറി വന്നിരിക്കുക. ഇറങ്ങി പോട. അച്ഛൻ ഒരു തുള്ളി കുടിച്ചിട്ടില്ല. അച്ഛൻ കുമ്പതാരിനെ ചങ്ങോട്ട് ചത്തു. അച്ഛൻ തോമത്തുള്ളി ചത്തല്ല. അച്ഛൻ ഞാൻ കൊന്ന. രമണൻ, ഈ നാട്ടിലാർക്കെങ്കിലും കാശിന് ആവശ്യം വന്ന ഓടി എൻ്റെ അടുത്ത് പേര് നിലവറയുടെ കാവൽക്കാരനാ. അത് എൻ്റെ പൊന്ന് സാറുമാരെ, എനിക്ക് തിന്നാനും കുടിക്കാനും ഒക്കെ ഇത്തിരി വേണം. ഇങ്ങനെയാണ് ശശി കല്ലിംഗ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ശബ്ദം. കാര്യങ്ങളൊക്കെ ഇത്ര നിസ്സാരായ സ്ഥിതിക്ക് ഞാനൊരു സത്യം പറയട്ടെ. ഞാനാരുമല്ല. ആരുമല്ല വിഷ്ണു. അതല്ല, ഞാനൊരു പേര് വിളിച്ചോട്ടെ. കള്ളപ്പിള്ളേ. ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു നിമിഷം. സുന്ദരമായ വീട് എന്ന സ്വപ്നത്തിന്റെ പടിവാതിൽക്കൽ ഞാനിതാ നിൽക്കുന്നു. പക്ഷേ ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യം, ഫർണിച്ചർ എവിടെ നിന്നാണ് വാങ്ങുക? ഈ ചോദ്യത്തിന് ഏറ്റവും മികച്ച ഉത്തരം എനിക്ക് ലഭിച്ചു. അതെ, പയ്യാവൂരിലുള്ള ഹോംസ്കേപ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും, ഇത് ഫർണിച്ചർ ഇന്റീരിയർ ഉൽപ്പന്നങ്ങളുടെ ഒരു വിസ്മയ ലോകം തന്നെ. എത്ര മനോഹരമായ ഡിസൈനുകൾ, എത്ര വൈവിധ്യമുള്ള കളക്ഷനുകൾ, എത്ര ഹൃദ്യമായ ഓഫറുകൾ. അതെ, എന്റെ സ്വപ്ന ഭവനത്തിന് ഫർണിച്ചർ ഹോംസ്കേപ്പിൽ നിന്ന് തന്നെ. മൈ ഹോം, മൈ ഫർണിച്ചർ ഹോംസ്കേപ്പ് ഫർണിച്ചർ ഇന്റീരിയർ ലൈറ്റിംഗ്, പയ്യാവൂർ, കണ്ണൂർ. മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ HNN. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ. 9447691771 9074215391. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജനറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.